ഹലോ. ഒരുപാട് ബുക്കുകൾ വായിച്ചുകൊണ്ടിരുന്ന ഒരാൾ വായിച്ച് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തീർക്കാതെ മനസ്സമാധാനം കിട്ടാത്തൊരാൾ. പനിയാണെങ്കിലും തലവേദനയാണെങ്കിലും അമ്മ വഴക്ക് പറയുമെന്ന് പേടിച്ചല്ല, അമ്മ വഴക്ക് പറയുന്നുണ്ട്. പുതപ്പിനടിയിൽ പനി പിടിച്ച് സ്കൂളിൽ പോകാതിരുന്ന ടൈമിൽ പോലും പുതപ്പിനടിയിൽ ബുക്ക് മാറ്റി വെച്ച് വായിച്ചിരുന്ന ഒരാൾ. ആരെപ്പറ്റിയല്ല പറയുന്നത്, എന്നെ പറ്റി തന്നെയാണ്. പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു, ഒരു കൊറോണയുടെ ഒരു ആധിപത്യത്തിനൊക്കെ ശേഷമായിരുന്നു തോന്നുന്നു, അല്ലെങ്കിൽ ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞിട്ടാണ് പിന്നെ കുറച്ചുകൂടെ പ്രിസൈസായിട്ട് പറയുവാണെങ്കിൽ. അപ്പോൾ അതിനുശേഷം ബുക്കുകളുമായിട്ട് വലിയ കമ്പനിയൊന്നും ഇല്ലാതെ ഇരിക്കുകയാണ്. അങ്ങനെ ഒരു ലൈബ്രറി പോകുന്നു, ലൈബ്രറി ഒക്കെ കണ്ടുപിടിച്ചു, ബുക്ക് മേടിച്ച് വെച്ചു എന്ന് പറഞ്ഞാൽ പഴയൊരു ത്വരയൊന്നുമില്ല. വായിച്ചു തുടങ്ങിയ ഒരു 5-6 മാസമൊക്കെ എടുത്ത് തീർക്കാം, ആ ഒരു രീതിയിലേക്ക് മാറി. അപ്പോൾ അങ്ങനെ പണ്ട് ഒരു 6-ൽ 7-ലൊക്കെ പഠിക്കുന്ന സമയത്ത് വളരെ വിവാദം സൃഷ്ടിച്ച, അല്ലെങ്കിൽ ആ സമയത്താണ് ഞാൻ വളരെ വിവാദപരമായിട്ട് പൊങ്ങി വരുന്നൊരു ബുക്കായിരുന്നു ഡാവിഞ്ചി കോഡ്, ദ ഡാവിഞ്ചി കോഡ്, ഡാൻ ബ്രൗണിൻ്റെ. ഞാൻ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ബുക്കൊക്കെ ഇങ്ങനെ ഡാൻ ബ്രൗണിൻ്റെ ഡാവിഞ്ചി കോഡൊക്കെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് പറയണം എന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഞാനത് ലൈബ്രറിയിൽ റിട്ടേൺ ചെയ്തു. ബട്ട് സ്റ്റിൽ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അന്ന് ഒരു അത്യാവശ്യം ഒരു വിവാദമുണ്ടാക്കിയ, ഒരു ചർച്ച ചെയ്യപ്പെട്ട ഒരു ബുക്കായിരുന്നു അത്. അന്ന് എനിക്കിതൊരു നോവലാണെന്നോ അങ്ങനെയൊന്നും എനിക്കറിയില്ല. ഡാവിഞ്ചി കോഡ്, ഓക്കെ, ഡാവിഞ്ചി എന്തോ ചെയ്തു വെച്ചെന്നല്ലേ. ലിയോണാർഡോ ഡാവിഞ്ചി എന്ന് പറയുന്ന ആ ആർട്ടിസ്റ്റ് അന്നേരവും വളരെ ഫേമസ് ആയിട്ടുള്ളല്ലേ, നൂറ്റാണ്ടുകളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഡാവിഞ്ചി എഴുതി വെച്ച എന്തോ ഒരു കോഡാണ് എന്ന് വിശ്വസിച്ചായിരുന്നു ഞാനിരുന്നത്. അപ്പോൾ എൻ്റെ ബ്രദർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടും ഇത് വായിക്കണം, ഡാൻ ബ്രൗണിൻ്റെ ഡാവിഞ്ചി കോഡ് വായിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. വളരെ എക്സൈറ്റഡ് ആയിട്ടിരുന്നൊരു സമയം ഞാൻ ഓർക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഡാവിഞ്ചി കോഡ് വായിക്കണം എന്ന് എനിക്ക് വളരെ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ ഡാൻ ബ്രൗൺ എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതി വെച്ചിരിക്കുന്ന ഡാവിഞ്ചിയുടെ ഒരു കോഡിനെ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള പ്രായം എനിക്കില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ മാറ്റി വെച്ചിരുന്ന ഒരു നോവൽ. ഇത് എൻ്റെ കയ്യിൽ കിട്ടുന്നത്, ഞാൻ ആദ്യത്തെ പ്രാവശ്യം ലൈബ്രറിയിൽ അന്വേഷിച്ച് പോയി. ഇവിടെ വന്നതിന് ശേഷം ലൈബ്രറിയിൽ ഞാൻ അന്വേഷിച്ചു പോയപ്പോൾ ലൈബ്രറി എന്ന് പറഞ്ഞു ഉള്ള 4 കോപ്പി ഉള്ളത് 4 വെളിയിൽ പോയേക്കാണ്. ഞാൻ വേണം ബുക്ക് ചെയ്തിടാൻ, വരുമ്പോഴത്തേക്ക് എടുക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞു ഓക്കെ, ബുക്ക് ചെയ്തിട്ടോ, എനിക്കത് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ സാധനം എൻ്റെ കയ്യിൽ കിട്ടുന്നത് എനിക്ക് തോന്നുന്നു ഒരു 1-2 മാസങ്ങൾക്ക് മുന്നെയാണ് ഞാൻ ഈ സാധനം ലൈബ്രറിയിൽ നിന്ന് എടുക്കുന്നത്, ഈ ബുക്ക്. അപ്പോൾ ഞാനിത് ബുക്ക് വായിച്ചതിന് ശേഷം ഞാനിതിൻ്റെ ഒരു സ്റ്റാറ്റസ്, എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ അകത്തുനിന്ന് സ്റ്റാറ്റസായിട്ട് ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ എന്നോട് പലരും ചോദിച്ചു, ഇതിപ്പോഴാണോ വായിക്കുന്നതെന്ന്. അതിനെനിക്ക് പറയാനുള്ളൊരു മറുപടി, ഞാൻ എന്തിനേയും വലിച്ചു നീട്ടുന്നതെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ഇതുപോലെ തന്നെയായിരുന്നു ആൽക്കെമിസ്റ്റ് എന്ന് പറയുന്ന ബുക്ക് ഞാൻ വായിച്ചു തുടങ്ങിയത്. ഇത് അന്വേഷിച്ച് ഞാൻ ഇന്നും സ്കൂൾ ലൈബ്രറി പോകുമായിരുന്നു. സാറിന് എന്നോട് അവസാനം സഹതാപമായി. കാരണം ഞാൻ ചെല്ലുമ്പോൾ ആകെ ഒരു കോപ്പിയുള്ളൂ ആൽക്കെമിസ്റ്റിൻ്റെ, അത് ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടാവും. ആൽക്കെമിസ്റ്റ് വായിക്കഴിഞ്ഞിട്ടാണ് എനിക്കൊരു ഇരിക്കപ്പുറത്തി ഇല്ല. ടീച്ചേഴ്സിന് പറയാനുള്ളത് ആൽക്കെമിസ്റ്റ്, മോട്ടിവേഷൻ സ്പീക്കേഴ്സിന് പറയാനുള്ളത് ആൽക്കെമിസ്റ്റ്, എവിടെ പോയാലും ആൽക്കെമിസ്റ്റ്. ഇതൊന്ന് വായിക്കണമല്ലോ. ഞാനിത് വായിക്കുന്നത് ഒരു 2 വർഷത്തിന് മുന്നെയാണ് ആൽക്കെമിസ്റ്റ് വായിക്കുന്നത്. അന്നേരവും ആളുകളോട് ചോദിച്ചു, ഇത് ഇപ്പോഴാണോ വായിക്കണേ എന്ന്. പക്ഷേ ആൽക്കെമിസ്റ്റ് വായിച്ചതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, ഊമൻ. എനിക്കറിയില്ല അതിൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റായിട്ട് അങ്ങനെയാണോന്ന്. പക്ഷേ നമ്മളൊരു കാര്യം എത്ര ആഗ്രഹിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് നടക്കേണ്ട ഒരു ടൈമുണ്ട്, ഒരു നിമിത്തം എന്ന് പറയും. ആ ഒരു ടൈം ആകുമ്പോഴേ അത് നടക്കുകയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായത് ഈ ആൽക്കെമിസ്റ്റ് വായിച്ചതിന് ശേഷമാണ്. അപ്പോൾ ഞാൻ ഓർത്ത്, ഈ ആൽക്കെമിസ്റ്റ് ഞാൻ ഒരു 5 വർഷം മുന്നേ വായിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എനിക്കധികം കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഞാൻ വായിച്ച സമയം കറക്റ്റായിരുന്നു, ഞാനത് വായിക്കേണ്ടിയിരുന്ന ഒരു ടൈമായിരുന്നു ഞാൻ ആൽക്കെമിസ്റ്റ് ശരിക്കും വായിച്ച സമയം എന്ന് പറയുന്നത്. എനിവേ, അതുപോലെ തന്നെ ഒരു നിമിത്തമാണ് ഡാൻ ബ്രൗൺ അല്ലെങ്കിൽ ഡാവിഞ്ചി കോഡിലേക്ക് എന്നെ എത്തിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് വായിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനകത്ത് കർത്താവിനൊരു ഭാര്യയുണ്ട് എന്നുള്ളതാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അത് മൊണാലിസയാണ്, അല്ലെങ്കിൽ മൊണാലിസയായിട്ട് ചുറ്റിപ്പറ്റി എന്തൊക്കെയോ കാര്യങ്ങൾ, ആ ഒരു രീതിയിലായിരുന്നു ഞാൻ ഈ ബുക്കിനെ പറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓർത്ത് വായിച്ചു തുടങ്ങി, ആരോ മരിച്ച കാര്യമൊക്കെ പറഞ്ഞിട്ട്, ആരോ കൊല്ലപ്പെട്ട കാര്യമൊക്കെ പറഞ്ഞു തുടങ്ങുന്നത്. ദൈവമേ, ലൈബ്രറിയൻ എന്നെ പറ്റിച്ച് ഡാവിഞ്ചി കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് കോപ്പി സാധനം, ഏതോ ചാത്തൻ കുന്നംകുളം സാധനം ഏതാണ്ടാ വന്നേക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് വായിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ ഞാൻ ഡാവിഞ്ചി കോഡ് വായിക്കാനാണല്ലോ ഇരുന്നത്.
ബട്ട് ലേറ്റർ ഓൺ അത് വായിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഈ ബുക്കിനെ പറ്റി ഒരു റിവ്യൂ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ കൊലപാതകം, ഒരു മ്യൂസിയത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ കൊലപാതകം, ആ ഒരു കൊലപാതകം എത്തി നിന്നത്, അല്ലെങ്കിൽ ആ ഒരു കൊലപാതകത്തിൽ നിന്ന് തുടങ്ങിയ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു അന്വേഷണം, അത് എത്തി നിന്നത് 2 കാലഘട്ടങ്ങളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു രഹസ്യത്തിലേക്കാണ്. ഇത് ഒരു ഫിക്ഷണൽ സ്റ്റോറിയാണ് എന്ന്, അല്ലെങ്കിൽ ഒരു ഫിക്ഷൻ നോവലാണ് എന്നുള്ളത് അറിയാവുന്ന കാര്യമാണ്. എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നുവെങ്കിലും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഇതൊരു ഫിക്ഷണൽ നോവലാണ്. ഇതിലത്തെ സത്യാവസ്ഥ എത്രമാത്രം ഉണ്ടെന്നോ എന്താണെന്നോ എനിക്കറിയില്ല. പക്ഷെ എഴുത്തുകാരൻ ഓരോ കാര്യങ്ങളെയും അവതരിപ്പിച്ചിരിക്കുന്ന രീതി, ഇടയ്ക്ക് വെച്ച് ബുക്ക് വായന നിർത്തി ഡാവിഞ്ചിയുടെ ലാസ്റ്റ് സപ്പർ ഫോട്ടോ എടുത്ത് സൂം ചെയ്ത് നോക്കി, ശരിയാണല്ലോ, ഇതങ്ങനെ തന്നെയാണല്ലോ, ഞാനെന്താ ഇത്ര നാൾ ശ്രദ്ധിക്കാഞ്ഞേ എന്ന് പോലും ചിന്തിച്ചു. പിന്നെ ബാക്കി വായന ഞാൻ ഈ ലാസ്റ്റ് സപ്പർ സൈഡിലെടുത്ത് ലാസ്റ്റ് സപ്പറിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടായിരുന്നു ബാക്കി വായന, കമ്പയർ ചെയ്ത് നോക്കി. അപ്പോൾ ഒരു എഴുത്തുകാരന് ആ രീതിയിലേക്ക് ഒരു വായനക്കാരനെ ഓർ വായനക്കാരിയെ എത്തിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ, നോ വേർഡ്സ്, ഹാൻഡ്സ് ഓഫ് ടു ദാറ്റ് പേഴ്സൺ. ഈ ഒരു ഫിക്ഷനായിട്ടിത് തുടങ്ങി. ഓക്കെ, അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ക്യാരക്ടർ, സോഫി നെഫ്യൂ എന്ന് പറയുന്ന ആ ക്യാരക്ടർ, ഈ ക്യാരക്ടർ ജീസസിൻ്റെ, കർത്താവിൻ്റെ സന്തതി പരമ്പരകളിൽ പെട്ട ഒരാളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഞാനൊരു ബിലീവറാണ്, ക്രിസ്തു വിശ്വാസിയാണ്, ഒരു ക്രിസ്ത്യാനിയാണ്. അപ്പോൾ എൻ്റെ റൂമിൽ ഞാൻ ഒരു കർത്താവിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തിരിഞ്ഞു നോക്കിയിട്ട് നമ്മൾ ഈ പറയുന്ന ഇവരന്വേഷിച്ച് നടക്കുന്ന ഹോളി ഗ്രെയിൽ എന്ന് പറയുന്നത് ഈ കർത്താവ് ലാസ്റ്റ് സപ്പറിൻ്റെ സമയത്ത് വീഞ്ഞു കുടിച്ച കപ്പ് ആണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ ഹോളി ഗ്രെയിൽ ആ കപ്പല്ല, മഗ്ദലന മറിയമാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഹിസ്റ്ററി പറയുന്ന ഒരു ടൈമുണ്ട്. കർത്താവിൻ്റെ കാമുകിയായിരുന്നു, അല്ലെങ്കിൽ ഭാര്യയായിരുന്നു, കാമുകിയെന്നല്ല ഭാര്യയായിരുന്നു മഗ്ദലന മറിയം. തിരിഞ്ഞു നിന്നിട്ട് ഞാൻ ഈ ഫോട്ടോയിലൊന്ന് നോക്കിയിട്ടൊന്നേ ചോദിച്ചില്ലടാ ഭീകരാ എന്ന്. ഇതറിഞ്ഞതിൽ നിന്ന് എനിക്ക് കർത്താവിൽ നിന്നുള്ള വിശ്വാസം മാറും കേട്ടോ, അങ്ങനെയൊന്നുമില്ല. പക്ഷേ എനിക്കറിയില്ല, ഇതൊരു വിവാദത്തിലേക്ക് എത്തിച്ചത് ആ ബുക്കിനകത്താണെങ്കിലും ഈ ഒരു രഹസ്യത്തെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ശ്രമിക്കുന്ന എന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. കർത്താവായതുകൊണ്ട് ഒന്ന് പ്രേമിച്ചുകൂടാന്നോ, ഒന്ന് കല്യാണം കഴിച്ചുകൂടായിരുന്നോ, അങ്ങനെയൊന്നുമില്ല അല്ലേ, അങ്ങനെയൊന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം ഒരു മനുഷ്യപുത്രനായിട്ടാണ് വന്നത്. അതിലെ സത്യാവസ്ഥയോ അതിലെ പിന്നിലെ ലോജിക്കോ കാര്യങ്ങളോ ഒക്കെ അവിടെ നിൽക്കട്ടെ, സത്യങ്ങളോ ലോജിക്കുകളോ എല്ലാം അവിടെ നിൽക്കട്ടെ. സയൻറ്റിഫിക് എവിഡൻസസ് ഉണ്ട് അങ്ങനെ ഒരു വ്യക്തി ജീവിച്ചിരുന്നു എന്നുള്ളതിനെ പറ്റിയുള്ളത്. സോ അതവിടെ നിൽക്കട്ടെ. എങ്കിലും മനുഷ്യപുത്രനായിട്ട് വന്ന ഒരാൾക്ക് മനുഷ്യൻ്റെ വികാരങ്ങൾ, മനുഷ്യനായി ജനിച്ചു, മനുഷ്യനായി വളർന്നു, മനുഷ്യരുടെ എല്ലാ വേദനകളും സഹിച്ചിട്ടുണ്ട്, മനുഷ്യനായി തന്നെ മരിച്ച ഒരു വ്യക്തിക്ക് മനുഷ്യൻ്റെ ഈ ഒരു വികാരം മാത്രം തോന്നാൻ പാടില്ല, അല്ലെങ്കിൽ തോന്നരുതായിരുന്നു എന്ന് ഒരു പറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നതിന് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നതിൻ്റെ അർത്ഥം എന്താണുള്ളത്? ഹോളി ഗ്രെയിൽ എന്നുള്ളതിലേക്കുള്ള, അല്ലെങ്കിൽ മഗ്ദലന മറിയത്തിലേക്കുള്ള ഒരു യാത്രയായിരുന്നു അത്. ശരിക്കും പറഞ്ഞാൽ അവരുടെ കൂടെ റോബർട്ട് ലാങ്ടണും സോഫി നെഫ്യൂൻ്റെയും കൂടെ ഹോളി ഗ്രെയിലിലേക്ക് യാത്ര ചെയ്യുന്നതാണ് ഓരോ വായനക്കാരനും. ഓരോ പസിൽസ് സോൾവ് ചെയ്യുന്ന രീതി, ഞാൻ ഇടയ്ക്ക് ആ ക്യാരക്ടേഴ്സിന് ഒന്ന് മാറ്റി നിർത്തി ചില സമയത്ത് എനിക്ക് ആ ഡാൻ ബ്രൗൺ എന്ന് പറയുന്ന ആ എഴുത്തുകാരനെ, എനിക്ക് ആ മനുഷ്യനെ എന്തോ പറയണ്ടേ എന്ന് എനിക്കറിയില്ല. എല്ലാ തലങ്ങളിലും ഒരു ഫിലോസഫിയാണോ, ഹിസ്റ്ററിയാണോ, സയൻസാണോ, ആർട്ടാണോ, ലിറ്ററേച്ചറാണോ, എല്ലാം കവർ ചെയ്തിട്ടുള്ള ഒരു 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 ജെമ്മാണ് ദി ഡാവിഞ്ചി കോഡ് എന്ന് പറയുന്നത്. ഞാൻ ഡാൻ ബ്രൗണിൻ്റെ മറ്റു ബുക്കുകളോ സിനിമകളോ ഒന്നും കണ്ടിട്ടില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഞാനിത്
ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലെ അറിവിനെ കൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് അവിടെ. ഒരു ലിറ്ററേച്ചർ വൈസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് പെർഫെക്റ്റ് വൺ. സയൻസ് ആണ് നോക്കുന്നത്, അല്ലെങ്കിൽ ഫിലോസഫി ആയിട്ടോ അല്ലെങ്കിൽ ഹിസ്റ്ററി ആയിട്ടോ ഏത് രീതിയിൽ നോക്കിക്കോ, ബട്ട് ഇറ്റ് ഷോസ് എ പെർഫെക്റ്റ് തിങ്. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതിൻ്റെ ഔട്ട്കം വരുന്നത്. ഈ തലയും മാലും ഇല്ലാതെ എന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊന്നും ചോദിക്കരുത്. പക്ഷെ ഞാൻ പറയാമല്ലോ, ഞാനൊരു ആ ബുക്കിലെ കഥ അറിഞ്ഞു വെച്ചുകൊണ്ട് വായിക്കുക എന്ന് പറയുന്നത് അത്ര രസമുള്ള പരിപാടിയല്ല. അപ്പം എനിക്ക് ഓൾറെഡി അറിയാം, ഓക്കെ, കർത്താവിനൊരു ഭാര്യയുണ്ട്, അതാണ് ഇതിനകത്തെ കാര്യം. അതിലുണ്ടായ അല്ലെങ്കിൽ ആ ഒരു തായ് വേര് അല്ലെങ്കിൽ ആ ഒരു തായ് വഴി വന്ന സാധനം ഇപ്പോഴും അല്ലെങ്കിൽ ആ വ്യക്തികൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇങ്ങനെ ഒരു കാര്യമാണ് ഇതിനകത്തെ ഒരു പ്രമേയം എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ട്വിസ്റ്റ് അല്ലെങ്കിൽ സർപ്രൈസുകളുടെ ഒരു ഘോഷയാത്രയായിരുന്നു ആ ബുക്കിൽ. ഒരു കഥ അറിഞ്ഞു വെച്ചുകൊണ്ട് വായിച്ചിട്ട് പോലും ആ കഥയുടെ ഒരു ഇൻട്രസ്റ്റും വിടാതെ നിർത്താൻ പറ്റുന്നതുണ്ടല്ലോ, ഭയങ്കരമാണ്. അപ്പം ഞാൻ ഈ അറ്റവും വാലും ഇല്ലാതെ പറഞ്ഞ് ഇതെന്തായി പോക്ക് പോണേ എന്ന് വിചാരിക്കരുത്. സ്റ്റിൽ ആ ഒരു ഹോളി ഗ്രെയിലിന് വേണ്ടിയിട്ട് കുറച്ചാളുകൾ നടന്നത് ഞാനിതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, പല ആളുകളും ഈ ഹോളി ഗ്രെയിൽ അല്ലെങ്കിൽ മഗ്ദലന മറിയത്തിനെ പറ്റിയുള്ള ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ മഗ്ദലന മറിയം കർത്താവിൻ്റെ വൈഫായിരുന്നു, അവർക്കൊരു മകൾ ജനിച്ചിരുന്നു, സേറ ഒരു മകൾ ജനിച്ചിരുന്നു. അപ്പോൾ ഇതിനുള്ള എവിഡൻസുകളൊക്കെ തപ്പിക്കൊണ്ട് ആൾക്കാർ നടക്കുകയാണ്. കുറച്ച് പേര് നടക്കുന്നത് അവരുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട്, കുറച്ച് പേര് നടക്കുന്നത് അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതായത് കർത്താവ് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നറിയുമ്പോഴത്തേക്കും ഈ ക്രിസ്ത്യാനികളെല്ലാം കൂടെ കർത്താവിനെ തള്ളിപ്പറഞ്ഞു പോകുന്ന വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾക്ക്. കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞ പോലെ സാമ്പത്തിക ലാഭമുണ്ട്, അതിനകത്ത് വിശ്വാസ സംരക്ഷണമുണ്ട്. ഇതിനെല്ലാത്തിനും അപ്പുറത്ത് ഒരു വ്യക്തി, റോബർട്ട് ലാങ്ടൺ എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാളുടെ ക്യൂരിയോസിറ്റി ആയിരുന്നു. അയാൾ ഇതിനെപ്പറ്റി ചെയ്തിട്ടുള്ള ഒരു റിസർച്ച് ആർട്ടിക്കിളിൻ്റെ ക്യൂരിയോസിറ്റിയുടെ ബാക്കി. ഇതിനെല്ലാം അപ്പുറത്തേക്ക് സ്വന്തം കുടുംബത്തെ പറ്റി എന്തോ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് കൊല്ലപ്പെട്ട തൻ്റെ ഗ്രാൻഡ് ഫാദർ, തൻ്റെ അപ്പൂപ്പൻ പറഞ്ഞതനുസരിച്ച് തൻ്റെ കുടുംബത്തിനെ പറ്റിയുള്ള എന്തോ സത്യം അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പുറകെ ഓടുന്ന സോഫി നെഫ്യൂ വളരെ മനോഹരമായൊരു രീതിയിൽ ഇതിനെ എല്ലാത്തിനെയും അവതരിപ്പിച്ച് എല്ലാത്തിൻ്റെയും അവസാനം റോബർട്ട് ലാങ്ടൺ എന്ന് പറയുന്ന എന്തൂസിയാസ്റ്റിക് റിസർച്ചറിന് ഹോളി ഗ്രെയിലിൻ്റെ ഉറവിടം എവിടെയാണ് ഈ ഡോക്യുമെൻറ്റ്സ് ഇരിക്കുന്നത് എന്നുള്ളത് അവസാനം കാണിച്ചു കൊടുത്തിട്ടാണ് കഥ അവസാനിക്കുന്നത്. അത് റോബർട്ടിനെങ്ങാനും കാണിച്ചു കൊടുത്തില്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ വിഷയം ഉണ്ടാക്കിയേനെ. ബട്ട് സ്റ്റിൽ ഞാൻ വായിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ചതെന്നൊന്നും ഞാൻ പറയില്ല. ഓരോ കഥയ്ക്കും ഓരോ ജോണറാണ്, അതിന് ഓരോ തരത്തിലായിരിക്കും അതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നത്, അതിന് ഓരോ സൗന്ദര്യങ്ങളുണ്ടാവും. ഡാവിഞ്ചി കോഡ് അതിനൊരു പ്രത്യേക സൗന്ദര്യം തരുന്ന ഒന്ന്. അപ്പം